മുഖ്യമന്ത്രിയുടെ ക്രിസ്തുമസ് വിരുന്ന് സത്കാരം ആരംഭിച്ചു. പൗരപ്രമുഖരും ഉന്നത ഉദ്യോഗസ്ഥരും സാമുദായിക സാംസ്കാരിക നായകരും വിരുന്നിൽ പങ്കെടുക്കുന്നു. കർദിനാൾ മാർ ക്ലിമീസ് ബാബ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നൃപൻ ചേരുന്നുണ്ട്. നൃപൻ, ഈ സൽക്കാരം എങ്ങനെ പുരോഗമിക്കുന്നു? ആരൊക്കെയാണ് ഈ വിരുന്നിൽ പങ്കെടുക്കുന്നത്? വിവരങ്ങൾ. അശ്വതി, മുഖ്യമന്ത്രി എല്ലാ വർഷവും മുടങ്ങാതെ നടത്തുന്നതാണ് ക്രിസ്മസ് വിരുന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഇന്നും 12:30 വിരുന്ന് സൽക്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ പൗരപ്രമുഖർ, സാംസ്കാരിക രംഗത്തുള്ളവർ, സാമുദായിക രംഗത്തുള്ള പ്രധാനപ്പെട്ട മത മേലധ്യക്ഷന്മാർ, അങ്ങനെ പൗരപ്രമുഖരുടെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന പൗരപ്രമുഖരുടെ വലിയ തരത്തിലുള്ള ക്രിസ്മസ് വിരുന്ന് സൽക്കാരമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മുഖ്യമന്ത്രി 12:45 തന്നെ ഇവിടെ മസ്കറ്റ് ഹോട്ടലിൽ എത്തിച്ചേർന്നു. മന്ത്രിമാർ മുഴുവൻ പേരും ഈ വിരുന്ന് സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വിരുന്ന് സൽക്കാരവുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാക്കാനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം KCBCയുടെ അധ്യക്ഷൻ കൂടിയായ ക്ലിമീസ് ബാബ അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന തരത്തിലുള്ള പ്രചരണമാണ് ഉണ്ടായത്. പക്ഷേ ക്ലിമീസ് ബാബയും അതോടൊപ്പം തന്നെ വിവിധ മത മേലധ്യക്ഷന്മാരും മന്ത്രിമാരും ഒക്കെ തന്നെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുക്കുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. അല്പനിമിഷങ്ങൾക്ക് അകം തന്നെ വിരുന്ന് സൽക്കാരം പൂർത്തിയാക്കി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പുറത്തേക്ക് വരും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പതിവായി എല്ലാ വർഷവും തുടർച്ചയായി മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന വിരുന്ന് സൽക്കാര ചടങ്ങാണ്. അതിൽ എല്ലാവരും സമസ്ത മേഖലയിലുള്ളവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തു നിന്നും നൃപൻ നൽകിയത്.